ഇന്ന് നമുക്കൊരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി കുറച്ച് ഇഞ്ചി ചതച്ചെടുക്കണം, വെളുത്തുള്ളി ചതച്ചെടുക്കണം, കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുക്കണം, കുറച്ച് അധികം ചുവന്നുള്ളിയാണ് കേട്ടോ അതിലേക്ക് വേണ്ടത്. അതും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇനി നല്ല വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആദ്യം ഈ സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആഡ് ചെയ്യണതും ഓപ്ഷണലാണ്. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചിട്ട് വേവിക്കാൻ വെക്കണം. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യണം. ഉപ്പുപൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പിലയ്ക്ക് പകരം കുറച്ച് മല്ലിയിലയാണെങ്കിലും അടിപൊളിയായിരിക്കും. പിന്നെ നമ്മളിത് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ കുട്ടന്മാരെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. പിന്നെ അങ്ങോട്ട് മിക്സ് നന്നായി മിക്സ് ചെയ്തോളൂ. അങ്ങനെ ഈ ഒരു റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ ഒപ്പോ ദോശയുടെ ഒപ്പോ ചപ്പാത്തിയുടെ ഒപ്പോ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിച്ചു നോക്കാം. സംഭവം അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ.